അബ്ദുൽ മുത്തലിബ് വേറൊന്നും ആലോചിച്ചില്ല. തന്റെ മകനൊരു സഹധർമ്മിണി വേണം, അത് ബനൂ സുഹ്റ ഗോത്രത്തിൽ നിന്നാവണം. അബ്ദുൽ മുത്തലിബ് എന്ന പ്രിയപ്പെട്ട ഉപ്പ നേരെ ബനൂ സുഹ്റയിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആളുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബനൂ സുഹ്റയിൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്, ആമിന എന്നാണ് പേര്. കുലീനയാണ്, സൽ സ്വഭാവിയാണ്, 14 വയസ്സുകാരിയാണ്. ഒരു അഭിപ്രായ പ്രകാരം 16 വയസ്സുകാരിയാണ്. തന്റെ ഇടമുള്ള പെൺകുട്ടിയാണ്, സൽ സ്വഭാവിനിയാണ്, നല്ല പെരുമാറ്റക്കാരിയാണ്, ബുദ്ധിമതിയാ, ഒരു വീട് കൊണ്ട് നടക്കാൻ കഴിയുന്ന പെൺകുട്ടിയാണ്. ഇതെല്ലാം കേട്ടപ്പോ അതിന്റെ പുറമെ വഹബ് എന്ന് പറയുന്ന ബനൂ സുഹ്റ ഗോത്രത്തിലെ തറവാടിയായ പിതാവിന്റെ മകളാ. ഇതുകൂടി കേട്ടപ്പോ പിന്നെ അബ്ദുൽ മുത്തലിബിന് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നേരെ ബനൂ സുഹ്റ തറവാട്ടിലേക്ക് കയറി ചെന്നു. പ്രിയപ്പെട്ട വഹബ് എന്നവരുടെ വീട്ടിലേക്ക്, വസതിയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, വഹബേ, ഞാൻ അബ്ദുൽ മുത്തലിബാ, ഞാൻ മക്കയുടെ നേതാവാ, ഞാൻ ഖുറൈശികളുടെ നേതാവാ, ഞാനാണ് വിശുദ്ധമായ കഅബയുടെ സദാനത്ത് ഏൽപ്പിക്കപ്പെട്ടയാളാണ്, അതിന്റെ പരിപാലനം നിർവഹിക്കുന്നയാളാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞുമോൻ അബ്ദുല്ലാ 18 വയസ്സുകാരനാണ്, നല്ല യുവകോമളനാണ്, എന്റെ മക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാളാണ്, സൽ സ്വഭാവിയാണ്. നിങ്ങളുടെ മകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ മകളെ എന്റെ മകന് നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുമോ? ഒറ്റ ദിവസം കൊണ്ട് അത് തീരുമാനായി. ഒറ്റ ദിവസം കൊണ്ട് ആ കാര്യം തീരുമാനായി. മഹാനായ അബ്ദുല്ലായുടെയും മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ അബ്ദുൽ മുത്തലിബ് തന്റെ തറവാട്ടിലേക്ക് മടങ്ങി. അറബികളിൽ ഒരു പതിവുണ്ട്, കല്യാണം കഴിഞ്ഞ പുതിയണ്ണിന്റെ വീട്ടിൽ 3 ദിവസം നിൽക്കണം. അന്നത്തെ നിയമം അങ്ങനെയാ. കല്യാണം കഴിഞ്ഞാൽ 3 ദിവസം പുതിയ പെണ്ണിന്റെ വീട്ടിലാ നിൽക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ആ വീട്ടിലാ താമസം. ഇവിടെ 3 ദിവസം ആമിന ബീവിയുടെ വീട്ടില്, വഹബ് എന്നവരുടെ അമ്മോശന്റെ വീട്ടില് താമസിച്ചു. 3-ാമത്തെ ദിവസം അമ്മോശനോട് സലാം പറഞ്ഞ് ആമിന ബീവിയുടെ കയ്യും പിടിച്ചിട്ട് അബ്ദുൽ മുത്തലിബിന്റെ തറവാട്ടിലേക്ക്, തന്റെ പ്രിയപ്പെട്ട വീട്ടിലേക്ക് അബ്ദുല്ല എന്നവർ ആമിന ബീവിയെ കൂട്ടി കടന്നു വരികയാണ്. മുഅ്മിനീങ്ങളെ, ആ തറവാട് അവരെ സ്വാഗതം ചെയ്യുകയാ. അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കള്, കുടുംബങ്ങള്, ബന്ധുമിത്രാദികളെ കഅബയുടെ സമീപത്തുകൂടെ ആനയിച്ചു കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക്, തറവാട്ട് വീട്ടിലേക്ക് അബ്ദുള്ളയും പുതുമണവാട്ടിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ സ്വീകരിച്ചു കൊണ്ടുവരികയാണ്. മണിയറ പോകുകയാണ്. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. മധുവിധുവിന്റെ രാവുകളാണ്, സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. ഒരൽപ്പ ദിനങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഏകദേശം 1 മാസം. വിവാഹം കഴിഞ്ഞ് 1.5 മാസം, ഏറിയ 2 മാസം. ആ ദിനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ യുവവിധുനങ്ങൾ വിവാഹം കഴിഞ്ഞ സന്തോഷത്തിന്റെ ദിനങ്ങളിലാ അബ്ദുള്ള എന്നവർ ആമിന ബീവിയെ അടുത്തറിയുകയാണ്. ആമിന ബീവി അബ്ദുള്ളയുടെ നല്ല സ്വഭാവങ്ങളെ തിരിച്ചറിയുകയാണ്. രണ്ടുപേരും ഇങ്ങനെ ഇഴുകിച്ചേരുകയാണ്. സ്നേഹബന്ധം പൂക്കുകയാണ്, തളിർക്കുകയാണ്. അതാ ഒരു പ്രഭാതത്തിൽ ഉറങ്ങിയെണീറ്റുകൊണ്ട് അബ്ദുള്ള എന്നവര് വീടിന്റെ ഉമ്മറത്തിരിക്കുമ്പോ കുറച്ചാളുകൾ ആ വീട്ടിലേക്ക് കയറി വരികയാണ്. കുറച്ച് ചെറുപ്പക്കാർ. അവര് നേരെ കയറി വന്നിട്ട് അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള, എടാ, കല്യാണം കഴിഞ്ഞിട്ട് നീ ഒക്കെ അങ്ങ് മറന്നുപോയോ? കല്യാണം കഴിഞ്ഞപ്പോ നീ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നുപോയോ? കല്യാണം കഴിഞ്ഞപ്പോ വേറൊരു വിചാരമില്ല, പൊണ്ടാട്ടി എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂലേ. അപ്പൊ ചോദിച്ചു, എന്താ നിങ്ങൾ പറയണത്? അബ്ദുള്ള, കഴിഞ്ഞ വർഷം നമ്മൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതുപോലെ ഈ വർഷം കച്ചവടത്തിന് പോകാനുള്ള ടൈമായിട്ടില്ലേ? ഇപ്പൊ നമ്മൾ കച്ചവടത്തിന് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ കച്ചവടം നഷ്ടത്തിലാവും. പെട്ടെന്ന് ചരക്കെടുക്കണം, ഷാമിൽ പോകണം, കച്ചവടം നടത്തണം. അബ്ദുള്ള പെട്ടെന്ന് നെട്ടുകയാണ്, റബ്ബേ, കല്യാണ തിരക്കിനിടയിൽ അതൊക്കെ ഞാൻ മറന്നു പോകില്ലോ. പെട്ടെന്ന് തന്റെ സഹധർമ്മത്തെ അവരോട് ഉറപ്പ് കൊടുത്തു, ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് പോണം, കച്ചവടത്തിന് ഞാൻ റെഡിയായി വരാന്ന് പറഞ്ഞു. കൂട്ടുകാർ ഇറങ്ങിപ്പോയി. ഇനി കച്ചവടത്തിനുള്ള തയ്യാറെടുപ്പാണ്. നേരെ സഹധർമ്മികളുടെ അടുത്തേക്ക് വരികയാണ് ആമിന.
പ്രിയപ്പെട്ടവളെ, വിവാഹം കഴിഞ്ഞൊരൽപ്പ ദിവസമേ ആയിട്ടുള്ളൂ. നിന്നോട് ഞാൻ സമ്മതം ചോദിക്കുകയാ. ഇത്തവണ ഞാൻ കച്ചവടത്തിന് പോയില്ലെങ്കിൽ നമ്മുടെ കച്ചവടം വലിയ നഷ്ടത്തിലാകും ആമിന. മാത്രമല്ല, നമുക്കിനി ജീവിതത്തിൽ മുന്നോട്ട് പോണോ? നമ്മുടെ കച്ചവടമല്ലാതെ മറ്റു വരുമാന മാർഗമില്ല. അതുകൊണ്ട് എനിക്ക് സമ്മതം തരണേ. അസ്തഗ്ദിനുകി, ഞാൻ നിന്നോട് സമ്മതം ചോദിക്കാണ്. ആമിന ബീവിയുടെ കണ്ണ് നനയാൻ തുടങ്ങി. ഏതു പെണ്ണാണ് പ്രിയപ്പെട്ടവരെ തന്റെ ഭർത്താവിനെ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുക? അത് തന്നെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളാണ്, ആദ്യ മാസങ്ങളാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ എന്ന് പറയുന്ന ഒരു ഗേറ്റില്ലേ, അന്താരാഷ്ട്ര പുറപ്പെടൽ എന്ന് പറയുന്ന ഗേറ്റിലേക്ക് ഖത്തറിലേക്കോ ഒമാനിലേക്കോ ബഹ്റൈനിലേക്കോ അതുപോലെ UAE-യിലേക്കോ സൗദിയിലേക്കോ ഒക്കെ പറന്നുയരുന്ന വിമാനങ്ങളുടെ സമയത്ത് നമ്മൾ ആ എയർപോർട്ടിന്റെ സമീപത്ത് ചെന്ന് നിന്ന കരഞ്ഞു പിരിയുന്ന ഇണകളെ കാണാ. ചില ഭർത്താക്കന്മാര് കടന്നു പോകുമ്പോ ഭാര്യമാര് കരയാ. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമായുള്ളൂ. ഭർത്താവ് പോകുന്നത് താങ്ങാൻ അവരെ കൊണ്ട് കഴിയില്ല. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസമേ ആയുള്ളൂ. ഭർത്താവ് 2 മാസത്തെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോ ഭാര്യ കരയാ. ഏത് ഭാര്യക്കാ ഭർത്താവിനെ വിദൂരത്തേക്ക് യാത്രയാക്കാൻ ഇഷ്ടണ്ടാവുക? മഹദിയായ ആമിന റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ടവരെ, അബ്ദുള്ള എന്നവരെ കെട്ടിപ്പിടിച്ച് കരയാണ്. അബ്ദുള്ള, ഈ വലിയ തറവാട്ടിന്റെ ഉള്ളിൽ എൻ്റെ ആകെയുള്ള സമാധാനം നിങ്ങളാ. ഈ വീട്ടിലേക്ക് വന്ന് ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ട് വരുന്നേയുള്ളൂ. അതിന്റെ മുമ്പ് നിങ്ങൾ എന്നെ പിരിഞ്ഞു പോവുകയാണല്ലോ. വല്ലാത്ത ഒരു വേദനയാണ് എൻ്റെ ഉള്ളില്. നിങ്ങൾ പോകരുതെന്നാണ് ആമിനായുടെ ആഗ്രഹം എന്ന് അബ്ദുള്ള എന്നവരെ മനസ്സിലാക്കി പിന്നെയും പിന്നെയും ആമിന ബീവിയുടെ കാര്യത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താണ്. ഞാൻ ഇത്തവണ കച്ചവടത്തിന് പോയില്ലെങ്കിൽ വലിയ പ്രയാസത്തിലാവും. നമ്മുടെ കുടുംബ ജീവിതം വലിയ പ്രയാസത്തിലാവും. സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ താളം തെറ്റുമെന്ന് പറഞ്ഞപ്പോ മനസ്സില്ല, മനസ്സോടുകൂടെ ആമിന ബീവി സമ്മതം മൂടാണ്. അബ്ദുള്ള എന്നവരെ പറയാണ്, ആമിന, ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം. ഷാമിൽ നിന്ന് എപ്പോഴാണോ എൻ്റെ കച്ചവടം കഴിയുന്നത്, പിന്നെ ഞാൻ അവിടെ വൈകൂല. പിന്നെ ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. അങ്ങനെ ഞാൻ മടങ്ങി വന്നാൽ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തുമുണ്ടായാൽ നമുക്ക് സന്തോഷത്തോടുകൂടെ ജീവിക്കാമല്ലോ. ആ ഒരു വാഗ്ദാനത്തിന്റെ കീഴിലാണ് ആമിന ബീവി വീണുപോയത്. ആ വാഗ്ദാനത്തിന്റെ ഉറപ്പിലാണ് ആമിന ബീവി സമ്മതം കൊടുക്കുന്നത്. അബ്ദുള്ള എന്നവർ യാത്ര പോവാൻ ആമിന ബീവിയുടെ കൈപിടിച്ച് ചുടുചുംബനം കൊടുത്ത് കവിൾ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് യാത്ര ചോദിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് എന്നവർ തന്റെ പ്രിയപ്പെട്ട പിതാവിനോട് യാത്ര പറഞ്ഞ് ഷാമിലേക്ക് കച്ചവടത്തിനിറങ്ങുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ അബ്ദുള്ള എന്നവർ ഷാമിലെത്തി. പൊടിപൊടിക്കുന്ന കച്ചവടം നടന്നു. നല്ല ലാഭം കിട്ടി. അക്കൊല്ലം സാധാരണയിലേറെ ലാഭമുണ്ടായി. വലിയ സന്തോഷം അബ്ദുള്ളയുടെ ഖൽബിലുണ്ട്. അതെന്താ? ഇന്ന് കിട്ടിയ ലാഭം ഞാൻ നേരെ കൊണ്ടുപോയി കാണിക്കുന്നത് എൻ്റെ പ്രിയതമക്കാണല്ലോ. ആമിന ബീവിയോട് ചെന്നിട്ട് പറയണം, ആമിന, എടീ, നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം വലിയ സന്തോഷമാ, നല്ല ലാഭം എനിക്ക് കിട്ടിയല്ലോ കച്ചവടത്തിൽ എന്ന് പറയാൻ തപിക്കുന്ന മനസ്സോടുകൂടെ കച്ചവടം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് മഹാനായ അബ്ദുള്ള ഷാമിൽ നിന്ന് മടക്കയാത്ര ആരംഭിക്കുകയാണ്. അതേ സമയത്ത് ആമിന ബീവിയോ അബ്ദുള്ള എന്നവരെ കച്ചവടത്തിന് പോയിട്ട് ഏകദേശം 2 മാസം പിന്നീടാണ്. ഒരു ദിവസം പോലും കടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഭർത്താവില്ലാത്ത വീട്ടിൽ ഒരു സുഖമില്ല. കിടന്നുറങ്ങിയാൽ അബ്ദുള്ളാനെ സ്വപ്നത്തിൽ കാണാണ്. അല്ലാ, ആമിന ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത വിഷമമാണ്. ഓരോ രാത്രിയിലും പ്രിയതമന്റെ ഓർമ്മകളാ എന്നാ കടന്നു വരിക. കല്യാണം കഴിഞ്ഞ് കൂടുതൽ ദിവസങ്ങളായിട്ടില്ല. കാത്തിരിക്കുന്നു. ഭർത്താവിന്റെ വരവിനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മഹാനായ അബ്ദുള്ള വരുമ്പോ 2 സന്തോഷമുണ്ട് പറയാൻ. വരട്ടെ. അബ്ദുള്ള റളിയല്ലാഹു അൻഹു അതാ ഷാമിൽ നിന്ന് മടക്കയാത്ര ആരംഭിച്ചു. കൂടെ കച്ചവട സംഘവുമുണ്ട്. ഹത്താ ഇദാ ബലഗൂ ദാറൻ നാബിഗ,
ദാറുൻ നാബിഗ എന്ന സ്ഥലത്തെത്തിയപ്പോ പലപ്പോഴും പല കിസ്സുകളിലും ചോദിക്കാറുണ്ട്, റസൂലുള്ളാന്റെ ബാപ്പ മരിച്ച സ്ഥലം എവിടെയാണ്? പലപ്പോഴും നമ്മുടെ ഉമ്മ മരണപ്പെട്ട സ്ഥലം അപവാണകാണെന്ന് പറയും. അപ്പൊ റസൂലുള്ളാന്റെ ബാപ്പ മരിച്ച സ്ഥലം പലർക്കും അറിഞ്ഞുകൂടാ. അതേ മുഅ്മിനീങ്ങളെ, ദാറുൻ നാബിഗ എന്ന സ്ഥലത്തെത്തിയപ്പോ അബ്ദുല്ലാക്ക് തീരെ സുഖമില്ലാതെയായി. അബ്ദുല്ലാക്ക് പനിക്കുകയാണ്. അബ്ദുല്ലാക്ക് ഒട്ടകപ്പുറത്തിരിക്കാൻ കഴിയുന്നില്ല. കൂടെയുള്ള യാത്രക്കാര് മരുന്ന് കൊടുത്തു നോക്കി, നിവൃത്തിയില്ല. ബനു നജ്ജാർ ഗോത്രക്കാരുടെ നാട്ടിലാണുള്ളത്. അപ്പോൾ ആ യാത്രക്കാരെന്ത് ചെയ്തെന്നറിയോ? അബ്ദുള്ളയെ കൊണ്ടുപോയിട്ട് ബനു നജ്ജാറുകാരുടെ അടുക്കൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. അബ്ദുള്ള ചെറുപ്പക്കാരനാണ്, നല്ല സാമർഥ്യമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള ആളാണ്. പക്ഷേ രോഗിയായി. ഞങ്ങൾ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരികയാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇദ്ദേഹത്തിന് എല്ലാ ചികിത്സയും ചെയ്യണം. ഞങ്ങൾ നാട്ടിലെത്തിയ ഉടനെ അബ്ദുള്ളയെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിലുള്ള ഒരു വാഹനം ഇങ്ങോട്ട് അയക്കാം. ഒട്ടകക്കട്ടിലുള്ള വാഹനത്തിലെ അബ്ദുള്ളക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. കാരണം ഒട്ടകപ്പുറത്തിരിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത ക്ഷീണം. ആ യാത്രക്കാർ ബനു നജ്ജാർ ഗോത്രക്കാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരെ കടന്നുപോയി. അബ്ദുള്ള എന്നവരെ ചികിത്സിച്ചുകൊണ്ട് ബനു നജ്ജാർ ഗോത്രക്കാർ മരുന്ന് കൊടുത്ത് ചികിത്സ തുടങ്ങി. ആമിന ബീവി റളിയല്ലാഹു അൻഹ അടക്കം അബ്ദുൽ മുത്തലിബ് അടക്കമുള്ളവരൊക്കെ കാത്തിരിക്കുകയാണ്. ഷാമിൽ നിന്ന് കച്ചവടക്കാര് മടങ്ങി വരുന്നു എന്ന വിവരമറിഞ്ഞപ്പോ പ്രിയമുള്ളവരെ, ആമിന ബീവി നിറകണ്ണുകളോടെ ഭർത്താവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അതാ വന്ന് കയറുന്നു കച്ചവട സംഘം. കൂട്ടത്തിൽ ആരില്ല? അബ്ദുള്ളയില്ല. അബ്ദുൽ മുത്തലിബ് വല്ലാതെ ബേജാറായി പോയി. കച്ചവട സംഘത്തോട് ചോദിച്ചു, എന്ത് പറ്റി എന്റെ അബ്ദുള്ള? എവിടെ എന്റെ അബ്ദുള്ള? എന്റെ ജീവന്റെ ജീവനായ അബ്ദുള്ള എവിടെ? അവര് പറഞ്ഞു, അബ്ദുള്ളക്ക് തീരെ സുഖമില്ലായിരുന്നു. ഒന്നുമില്ല, യാത്ര ചെയ്യാൻ ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ട് അബ്ദുൽ മുത്തലിബെ ഒരു ഒട്ടക കട്ടിലങ്ങ് കൊടുത്തയച്ചാൽ അതിലിങ്ങോട്ട് കൊണ്ടുപോരാം. അബ്ദുൽ മുത്തലിബ് തന്റെ മൂത്ത മകനായ ഹാരിസിനെ വിളിക്കാണ്. ഹാരിസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹാരിസേ, വേഗം ബനു നജ്ജാറിലേക്ക് പോയിട്ട് അബ്ദുള്ളാനെ ഇങ്ങോട്ട് കൂട്ടിവാ. ഹാരിസ് തന്റെ ഒട്ടകത്തെയും ഒരു ഒട്ടക കട്ടിൽ ഘടിപ്പിച്ച ഒട്ടകത്തെയും കൊണ്ട് യാത്ര പോവാണ്. അബ്ദുള്ള എന്നവരെ കൊണ്ടുവരാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹാരിസദാ ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുത്ത് ദാറുൻ നാബിഗയിൽ എത്തുകയാ. ദാറുൻ നാബിഗയിൽ എത്തിയപ്പോ അവിടെ ജനങ്ങളുടെ മുഖമൊക്കെ വല്ലാതെ മ്ലാനമാണ്, വിഷമത്തില. അന്നാടെന്തോ ഒരു പ്രയാസത്തില. അതാ ചെന്ന് കയറി ഹാരിസ് നേരെ ചോദിക്കുകയാണ്, ഐന അഖീ അബ്ദുള്ള, എന്റെ കൊച്ചനുജനായ അബ്ദുള്ള എവിടെ? എന്റെ അനുജനായ അബ്ദുള്ളാണ് ഏത് വീട്ടിലാ കടത്തിയിട്ടുള്ളത്? നാട്ടുകാരുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. ഹാരിസേ, ഹാരിസേ, നിങ്ങളുടെ അനുജനാണോ അബ്ദുള്ള? ആ അബ്ദുള്ള ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഖബറാണ് കാണുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ മറവാടിയിട്ടാ വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഹാരിസ് അങ്ങ് കരഞ്ഞുപോയി. ആ ഒട്ടകത്തെയും വഹിച്ച് തിരിച്ചു പോരുകയാ. അബ്ദുള്ളയുടെ ഖബറിൽ ഒരു അല്പനേരം ചെന്ന് നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്റെ ഖബറിന്റെ സമീപത്ത് നോക്കി നിൽക്കുകയാ. പിന്നെ കൽബിൽ ഇങ്ങനെ ആലോചിക്കുന്നു, അല്ലാ, ഞാനെങ്ങാനും എന്റെ തറവാട്ടിലേക്ക് അങ്ങ് മടങ്ങിച്ചെന്ന കാത്തിരിക്കുന്നതെന്റെ ഉപ്പയാ. പിന്നെ കാത്തിരിക്കുന്നതെന്റെ പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ ഭാര്യയാണ്. 16 വയസ്സുകാരി, ഒരു അഭിപ്രായ പ്രകാരം 14 വയസ്സുകാരി മഹദിയായ ആമിന ബീവിയോട് എന്ത് സമാധാനമാ പറയുക റബ്ബേ. ഹാരിസിന്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിലാ. ഹാരിസ് ഇപ്പൊ വരും എന്ന വാർത്തയറിഞ്ഞിട്ട് അബ്ദുൽ മുത്തലിബ് കാത്തിരിക്കുകയാ. ആമിന ബീവി കാത്തിരിക്കുകയാ.